എന്താണ് ഈ ഫേസ് സാഗിങ് അല്ലെങ്കിൽ മുഖം തൂങ്ങുക എന്ന് പറയുന്ന അവസ്ഥ? പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ, ഇലാസ്റ്റിൻ എന്നീ പ്രോട്ടീനുകളുടെ അളവ് കുറയുകയും നിലവിലുള്ളവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ സ്കിന്നിന് ഒരു മുറുക്കവും ഉറപ്പും നൽകുന്നത്. അവ കുറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ അയഞ്ഞു പോകുന്നു. ഇത് നമ്മുടെ മുഖത്തിൻ്റെ അടിസ്ഥാന ഘടനയിലുള്ള മാറ്റമല്ല, മറിച്ച് അതിനെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മുഖത്ത് അതിൻ്റേതായ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങും. നമ്മുടെ മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇരുവശങ്ങളിൽ നിന്ന് താഴേക്കൊരു വര വീഴുകയും അത് താഴേക്ക് തൂങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതായത് ഇവിടുന്ന് താഴേക്ക് ഒരു വര വീഴുന്നു, അത് പിന്നീട് ഒരു സാഗ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു. അതേപോലെ ചീക്ക് ബോൺസ്, കവിളെല്ലുകളുടെ ഭാഗത്ത് നമുക്കൊരു സാഗിങ് വരുന്നതായിട്ട് കാണപ്പെടുന്നു. മറ്റൊന്ന്, ചുണ്ടുകൾക്ക് ഇരുവശവും താഴേക്ക് ഒരു സാഗിങ് സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും നമ്മളുടെ മുഖത്ത് പ്രായം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് ഒരു കണ്ണാടി എടുത്തിട്ട് നല്ലതുപോലെ നിങ്ങളുടെ മുഖം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഈ പറയുന്ന തരത്തിലുള്ള വരകളും അതേപോലെ തന്നെയുള്ള സാഗിങ്ങും നിങ്ങളുടെ മുഖത്ത് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ മുഖത്ത് ഒരു സാഗിങ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, അത് മുഖേന ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും എനിക്ക് ഉണ്ടാവണം. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള ഒരു ഫേസ് സാഗിങ് അല്ലെങ്കിൽ മുഖം തൂങ്ങുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണാടി നോക്കാൻ മടിക്കുന്ന ആളുകളാണോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ പരിചയപ്പെട്ടു. അപ്പോൾ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ കണ്ണാടി നോക്കിയിട്ട് കുറേ കാലമായി എന്നാണ്. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്നു, വിഷമം വരുന്നു. പഴയ എൻ്റെ ഒരു മുഖമല്ല ഞാനിപ്പോൾ കണ്ണാടിയിൽ കാണുന്നത്. മുഖം വളരെയധികം സാഗ് ചെയ്തു, മുഖത്ത് വളരെയധികം റിങ്കിൾസ് വന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ അമ്മയ്ക്ക് കണ്ണാടി നോക്കാൻ മടിയാണ് എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ ബാധിക്കുന്നു എന്നറിയുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമാണുള്ളത്. ഒന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതവും മറ്റൊന്ന് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും. ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതായിരിക്കും. നമുക്ക് വളരെ നന്നായിരിക്കണം, പ്രസൻറ്റബിളായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാകാം നമ്മൾ. എന്നാൽ പലപ്പോഴും നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അതിനൊന്നും സാധിക്കാതെ പോയിട്ടുണ്ടാകാം. നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ നമ്മൾ തീർത്തും അവഗണിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അവനവനെ തന്നെ ഒന്ന് നോക്കുവാനോ സംരക്ഷിക്കാനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ചില ഘട്ടങ്ങളിൽ നമുക്കതിനൊന്നും ഒരു താല്പര്യമില്ലാതെ പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ സാഗിങ് അല്ലെങ്കിൽ റിങ്കിൾസ് ഇതൊക്കെ മാറ്റുവാനായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോട്ടോക്സ്, ഫില്ലേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതെല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നില്ല. അപ്പോൾ നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാഗിങ്ങിനും റിങ്കിൾസിനും ഒക്കെ ഉള്ളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. എല്ലാ ആഴ്ചയിലും ഒരു 2-3 പ്രാവശ്യം ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അത്തരത്തിൽ നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സാഗിങ് ഒന്നുമില്ലാത്ത റിങ്കിൾസ് ഫ്രീ ആയിട്ടുള്ള വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ മുഖം കണ്ണാടിയിൽ നോക്കാൻ വളരെയധികം മടിക്കുന്ന ഒരാളാണ്. ഇതേപോലെയുള്ള സാഗിങ്ങും അതേപോലെ റിങ്കിൾസും ഒക്കെ വന്നിട്ട് ആ അമ്മയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ ഫേസ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? ആണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മുടെ മുഖം മാറുന്നുണ്ടെങ്കിൽ നമ്മളത് ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് അതിനെന്ത് പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അതിന് നമ്മൾ മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കുക, അതിനുവേണ്ടി ഒന്ന് മനസ്സ് വെക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരും തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന സാഗിങ്, അതേപോലെ റിങ്കിൾസ്, ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുട്ട എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. മുട്ടയിൽ ധാരാളം പ്രോട്ടീനുകളുണ്ട്. പ്രധാനമായും കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുട്ട വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് തൂങ്ങിയ നമ്മുടെ മുഖത്തെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്യാനും സെൽ ടേൺ ഓവർ വർദ്ധിപ്പിക്കുവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വളരെയധികം വരണ്ടുപോയ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യുവാനായിട്ടും മുട്ട വളരെയധികം സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിനെ ഒന്ന് യൂത്ത്ഫുൾ ആക്കാനും അതേപോലെ തന്നെ ഫേം ആക്കി നിലനിർത്തുവാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന സാഗിങ്, റിങ്കിൾസ്, ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് മുട്ടയെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചിട്ടുള്ള മുട്ട വെച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ആവശ്യം. എഗ് വൈറ്റ് ആണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത്, നിങ്ങളുടേത് വരണ്ട ചർമ്മമാണ്, നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഗ് വൈറ്റ് എടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത്, നല്ല രീതിയിൽ ബീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ലപോലെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത ഫേസിൽ വേണം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തേത് ഇങ്ങനെയാണ്. വരണ്ട ചർമ്മമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ മുഖത്ത് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഉള്ള ആളുകളായിരിക്കുമല്ലോ, ഇതുപോലെ സാഗിങ്ങും ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഫേസ് പാക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രീമുകളാണെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യും, എന്നിട്ട് കഴുത്ത് നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും, അത് സിറം ആണെങ്കിലും അത് ക്രീമുകളാണെങ്കിലും, നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. നിങ്ങളുടെ വരണ്ട ചർമ്മമാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഈ എഗ് വൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഗ് വൈറ്റ് എടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത മുഖത്ത് വേണം നിങ്ങൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മതിയാവും. 1/2 ടീസ്പൂൺ നാരങ്ങാ നീര് മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ മുഖത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു എഗ് വൈറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അത് മറന്നു പോകരുത്. നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത് വേണം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അത് 1 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു എഗ് വൈറ്റ് എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് 1 ടീസ്പൂൺ അലോവേറ ജെൽ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുക്കുംബർ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ ഒരു പതയോടുകൂടി തന്നെ വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയില്ല.
നിങ്ങളിത് ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം നിങ്ങളിത് യൂസ് ചെയ്യണം. ഇതിനുവേണ്ടി ഒരുപാട് സമയം നിങ്ങളങ്ങ് മാറ്റി വെക്കേണ്ടതായിട്ടുമില്ല. രാവിലെ നിങ്ങൾ കിച്ചണിൽ കയറി നിങ്ങളുടെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. നിങ്ങളുടെ മുഖം സാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികമായിട്ട് റിങ്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട വെച്ചിട്ടുള്ള ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്തരം ഫേസ് പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയുന്നതാണ്. അതും കൂടെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം ഫേസ് പാക്കുകളും നമ്മുടെ മുഖത്ത് വളരെ നല്ലൊരു റിസൾട്ട് തരികയുള്ളൂ. അപ്പോൾ അതും മറന്നു പോകാതിരിക്കുക. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ കൂടി മുഖത്ത് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതൊക്കെ പതിയെ ഒന്ന് റെഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നല്ല രീതിയിൽ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ്ഡ് ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. കാരണം നമ്മൾ ഓരോ വർഷം മുൻപോട്ട് പോകുന്തോറും നമ്മുടെ പ്രായം മുൻപോട്ട് പോവുകയാണ്. കൊളാജിൻ്റെയും ഇലാസ്റ്റിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയർ നമ്മുടെ സ്കിന്നിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയാകും, നമുക്കൊരു ഫംഗ്ഷന് പോകാൻ മടിയാകും, നമുക്ക് കണ്ണാടി നോക്കാൻ മടിയാകും. ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. പല വീഡിയോസിലും അത്തരത്തിലുള്ള കമൻസുകളും കാണാറുണ്ട്. ഇത്തരം ആളുകളുടെ ചോദ്യങ്ങൾ മുഖേന എന്ത് പറ്റി, മുഖത്തിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ മുഖേന മൂലം ഒരു ഫംഗ്ഷനിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക, നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യുക. അപ്പോൾ പതിയെ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മൾ ടോട്ടലി ചേഞ്ച് ആകും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം ഇത്തരത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫേസ് പാക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു 2 ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ഇത്. പിന്നെ ഇത് ഉപയോഗിച്ച് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും. പലപ്പോഴും ഇതൊക്കെ കമൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞാലും പലരും കമൻസിലും ചോദിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, എല്ലാ കമൻസുകൾക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, ഒരുപാട് വരുന്നത് കൊണ്ട് ചിലതൊക്കെ കാണാതെ പോകാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസിന് ഞാൻ റിപ്ലൈ തരാറുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.